അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ 1/2 കപ്പോളം കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഹോർലിക്സ് ആണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതിന് പകരമായിട്ട് ബൂസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പാൽപ്പൊടി ഉണ്ടല്ലോ, മിൽക്ക് പൗഡർ, അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ സീഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല ഫൈൻ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്ററോളം പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ 2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം 4-5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കണം. ചൂട് പോയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് സബ്ജാ സീഡുടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കസ്കസ് ഒക്കെ എടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പിസ്തയും ബദാമാണ്. അത് ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് നട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. ഞാനിപ്പോൾ ഇവിടെ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് ആണ് ഇഷ്ടമുള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ജെല്ലിയും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജെല്ലിയൊക്കെ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാൽ ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ജെല്ലിയൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് പോകും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കാം. കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാൽ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ ഇതാ നമ്മളുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.